പഞ്ചറിൽ നമ്മൾ ഇത് ഒരു റിവ്യൂ കേസാണ്. അപ്പം ബോഡി സെക്രീഷൻസ് കൊണ്ടുവരുന്നത് പോസിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് സെൽഫ് ഫോർമേഷൻ എന്നുള്ള കണ്ടീഷനിലോട്ട് വരുമ്പോൾ സ്കിന്ന് ടൈറ്റ് ആവുന്നതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആൾ 2 months ബിഫോർ ദുബായിൽ നിന്ന് വന്ന ടൈമിൽ വന്നൊരു സിറ്റിംഗ് എടുത്തതാണ്. അപ്പം ഈ പ്രാവശ്യം വരുമ്പം 2 സിറ്റിംഗ് എടുക്കാം എന്നുള്ളത് കണക്കൂട്ടി വന്നതാണ്. അപ്പം ഒരെണ്ണം വന്ന് എടുത്തു പോയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോസ്മെറ്റിക് ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ബോഡി കണ്ടീഷൻസിൻ്റെ റിഫ്ലക്ഷൻസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടി? ടൈറ്റനായി എന്ന് പറയും അല്ലേ? എന്താ ഒരു നമുക്ക് കിട്ടിയത്? സ്കിൻ ടൈറ്റ് ആയിട്ടുണ്ട് അല്ലേ? സ്കിൻ ലെവൽ വരുവാണെങ്കിൽ ഫേസിനൊരു ഷേപ്പിംഗ് വന്നു, സ്കിൻ ടൈറ്റ് ആയി അല്ലേ? നെക്ക് ലെവൽ എങ്ങനെ, നെക്ക് മസിൽസും ഒക്കെ ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈറ്റ്നെസ് ഇവർക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് സെൽഫ് ഫോർമേഷൻ, അതായത് ബോഡിയെ സെക്രീഷൻ മോഡിൽ കൊണ്ടുവരുന്നത് കൊണ്ട്, പിന്നെ ഇന്നർ ലെയേഴ്സ് അവിടെ ഫോം ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നീട് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ വേറൊരു ഹെൽത്ത് സൈഡും കൂടെ ഉണ്ട്. എപ്പോഴും കോസ്മെറ്റിക് ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ബോഡി കണ്ടീഷൻസിൻ്റെ റിഫ്ലക്ഷൻസ് ആണ്. അപ്പോൾ ആൾക്ക് നല്ല രീതിയിൽ ലിവറിൻ്റെ കണ്ടീഷൻസ് ഒക്കെ മാറി നിൽക്കുമായിരുന്നു. എങ്ങനെയാണെന്നൊന്ന് പറയാമോ ഇവിടെ കിട്ടിയ ഈ ട്രീറ്റ്മെൻറ്റ്? ബ്ലഡ് റിപ്പോർട്ട്സ് എല്ലാം നോർമലായി. SGPT 88 ഉണ്ടായിരുന്നത് 32 ആയിട്ടുണ്ട്. SGPT അതായത് 2 months ബിഫോർ നമ്മൾ എടുക്കുമ്പോൾ തന്നെ SGPT 88 ആയിരുന്നു അല്ലേ? ഇപ്പോൾ എന്തായി? ലിവറിൻ്റെ ഫംഗ്ഷൻ ഒക്കെ എടുത്ത് 32 ആയി അല്ലേ? 32 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മെറ്റബോളിസം ഇല്ല അല്ലേ? അതെ, നോർമലായി. അതായത് നമ്മൾ എന്താണ് ഇത് പറഞ്ഞില്ലേ, HbA1c പറഞ്ഞില്ലേ, അതെ, ഷുഗർ ലെവലും നോർമലായിട്ടുണ്ട്. അതായത് മെറ്റബോളിസം കറക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഓരോ ബോഡിയിലും കിട്ടുന്ന ടച്ച് എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസസും അതുപോലെ ബോഡി സെക്രീഷൻസും കൊണ്ടുവരാൻ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കോസ്മെറ്റിക്കലി ഇവർ റിവേഴ്സ് ആവുന്നത്. കോസ്മെറ്റിക് അക്യുപഞ്ചറിൽ നമുക്ക് ബോഡിയെ ട്രിഗർ ചെയ്ത് ഇൻറ്റേർണൽ ബോഡി കണ്ടീഷൻസിൻ്റെ റിഫ്ലക്ഷൻ അനുസരിച്ച് ഒരു ട്രീറ്റ്മെൻറ്റിലോട്ട് നമ്മൾ പോകുന്നത് കൊണ്ട് നമുക്ക് ബോഡിയിൽ കറക്ഷൻസ് കൊണ്ടുവരാൻ പറ്റും. അതായത് കോസ്മെറ്റിക്കലി ഇവരെ ഹാപ്പി ആക്കുന്നത് എപ്പോഴും ഇൻറ്റേർണൽ ബോഡി കണ്ടീഷൻസ് അവർക്ക് റിവേഴ്സ് ആവുന്നുണ്ട്. പ്രധാനമായിട്ടും മെനോപോസ് അടുക്കുമ്പോൾ സ്ത്രീകളിൽ വരുന്ന ഹോർമോണൽ ഇംബാലൻസസ് അവർക്ക് ഇറഗുലർ പീരീഡ്സ് ആക്കും. അതുപോലെ തന്നെ ലിവറിൻ്റെ കണ്ടീഷൻസ്, അതായത് ഫാറ്റി ലിവർ എന്നുള്ള ഒരു മോഡിലോട്ട് പോകുന്നതാണ് സ്ത്രീകളിലുണ്ടാകുന്ന ഏകദേശമുള്ള എല്ലാ കോസ്മെറ്റിക് ഇഷ്യൂസിൻ്റെയും റീസൺ. അത് നമുക്കിവിടെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് റിഫ്ലക്ഷൻസ് കൂടുതലായിരിക്കും. ചെറിയ ഒരു വേരിയേഷൻ ഇൻറ്റേർണൽ കണ്ടീഷൻസിനുണ്ടാകുമ്പോഴും റിഫ്ലക്ഷൻസ് കൂടുതലായിരിക്കും. പക്ഷെ നമുക്കൊരു ചെറിയ ട്രിഗറിങ്ങിൽ അവരെയൊക്കെ ഹാപ്പി ആക്കാൻ പറ്റുന്നുണ്ട്.